ഞാൻ ഇന്നൊരു പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം മൂർക്കനാട് എന്ന അരീക്കോട്ടുകാരനായ മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായ ഇബ്രാഹിം മൂർക്കനാട് എഴുതിയ ക്യാൻസർ വണ്ടി എന്ന കഥാസമാഹാരം. ഇതിൻ്റെ പേര് പോലെ പുതുമയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ ഇബ്രാഹിം മൂർക്കനാട്. ഇബ്രാഹിം മൂർക്കനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ സീനിയറായ എഴുത്തുകാരനാണ്, പഴയ സർക്കാർ ജീവനക്കാരനാണ്. അതിനേക്കാളൊക്കെ ഉപരി അഡിനോ കാർസിനോമ എന്ന മാരകമായൊരു ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. ഈ രോഗം ഉണ്ടായിരിക്കെ, ഈ രോഗം കൂടെ കൊണ്ട് നടക്കുകയാണ് ഇദ്ദേഹം 3 പുസ്തകങ്ങൾ. ഇദ്ദേഹം 20ഓളം പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ 3 പുസ്തകവും ഈ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതിന് ശേഷമാണ് രചിച്ചിട്ടുള്ളത് എന്ന വലിയൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അവസാനം എഴുതിയിട്ടുള്ള ഈ ക്യാൻസർ വണ്ടി എന്ന പുസ്തകവും അതിന് തൊട്ട് മുമ്പുള്ള അറിഞ്ഞതിനപ്പുറം എന്ന നോവലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കഥകളുമൊക്കെ ഈ രോഗ അവസ്ഥയിലാണ് ഇദ്ദേഹം എഴുതിയത് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റു പുസ്തകങ്ങളൊക്കെ എഴുതുന്നതിലേറെ ഈ രോഗം മൂർച്ഛിക്കുകയും കുറേ അതിന് ചികിത്സകളൊക്കെ നേടി അത് ഏതാണ്ട് അതിനെ അതിജീവിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇബ്രാഹിക്ക ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇത് എഴുതുമ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇരുന്നും കിടന്നും ചിലപ്പോൾ നിന്നും എഴുതിയ പുസ്തകമാണിത് എന്ന്. അപ്പോൾ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ചിലപ്പോൾ നിന്നുകൊണ്ടും, അതുകൊണ്ട് ഈ വേദന സഹിക്കുക വയ്യാതെ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകം ഒരു പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് ആദ്യമായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിലെ മിക്ക കഥകളും ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടതും ക്യാൻസറിന് അടിമപ്പെട്ടതും ക്യാൻസറിൻ്റെ രോഗികൾക്ക് കൂട്ടിരിക്കുന്നവരുടെയും ആ രോഗം വന്നുണ്ടാകുന്ന അതിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളെക്കുറിച്ചൊക്കെയുള്ള കഥകളുണ്ട് ഇതിൽ. അതിനേക്കാൾ ഉപരി അതിനപ്പുറം മലയാളത്തിൻ്റെ വർത്തമാനകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ പ്രതിപാദിക്കുന്ന കഥകളുമുണ്ട്. ഇങ്ങനെ 19 ചെറുതും വലുതുമായ കഥകളുള്ള 160 പേജുള്ള ഒരു പുസ്തകമാണ് ഇബ്രാഹിം മൂർക്കനാടിൻ്റെ ക്യാൻസർ വണ്ടി എന്ന കഥ. ഈ പുസ്തകത്തിനെ ഞാൻ വളരെ വിശദമായി പരിചയപ്പെടുത്തുന്നില്ല എങ്കിൽ കൂടിയും ഇതിലെ 2-3 കഥകളെക്കുറിച്ച് മാത്രം പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഈ പുസ്തകം ഒരു ജീവനത്തിൻ്റെ പുസ്തകമാണ്. ഇബ്രാഹിക്ക ഈ ക്യാൻസറിനെ ഇപ്പോൾ അതിജീവിച്ചിട്ടുള്ളത് ഈ എഴുത്തിലൂടെയും വായനയിലൂടെയുമാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നുണ്ട്. അത് ഒരു ചില്ലറ കാര്യമല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. തീർച്ചയായും രോഗം ആർക്കും വന്നേക്കാം, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വെറും മെഡിസിൻ കൊണ്ട് മാത്രമാവില്ല, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടും നമുക്ക് നിശ്ചയദാർഢ്യത്തോടെയുള്ള ചില തീരുമാനങ്ങൾ കൊണ്ട് അതിനെ മറികടക്കാമെന്നുള്ള സാക്ഷ്യപ്പെടുത്തിയ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇബ്രാഹിം മൂർക്കനാട്. അദ്ദേഹത്തിൻ്റെ ഈ കഥകളിൽ ഊരാക്കുടുക്ക് എന്നൊരു കഥകളിലൂടെയാണ് ഇതിൻ്റെ ആരംഭം. ഈ ഊരാക്കുടുക്ക് എന്ന കഥ വളരെ സുന്ദരിയായ ഒരു കനകം എന്ന ഒരു സ്ത്രീ, അതീവ സുന്ദരി കനകം പിന്നീട് സരസു എന്നൊരു സിനിമാ നടിയായി മലയാളത്തിൽ മാറുകയാണ്. ഈ സരസു സിനിമാ നടിയായി മാറിയപ്പോഴേക്കും സരസുവും പ്രണയിച്ചുകൊണ്ട് അഭിനവ് എന്നൊരു രാഷ്ട്രീയക്കാരൻ, ഒരു കതറിട്ട രാഷ്ട്രീയക്കാരൻ എന്നാണ് ഇബ്രാഹിക്ക ഈ നോവലിൽ പറയുന്നത്. കതറിട്ട രാഷ്ട്രീയക്കാരൻ വരികയും അവരുടെ ബന്ധം പ്രണയം മൂർച്ഛിക്കുകയും അവർ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും എന്തിനു പറയുന്നു ഗർഭിണിയാവുകയും ചെയ്തു ഈ സരസു എന്ന നടി. ഇതാണ് കഥയുടെ ഒരു പശ്ചാത്തലം. ഗർഭിണിയായപ്പോൾ ഈ അഭിനവ് എന്ന ഒരുപക്ഷെ വർത്തമാനകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിച്ഛേദമായി മാറിയിട്ടുള്ള ഒരാളെ ഉദ്ദേശിച്ചായിരിക്കാം ഇന്ന് ഇദ്ദേഹം ഈ കഥ എഴുതിയതെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഗർഭഛിദ്രത്തിന് വേണ്ടി നിർബന്ധിക്കുകയും സരസു അതിന് വഴങ്ങാതെ ആവുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെയാവുമ്പോഴാണ് ഈ സരസു അപ്രതീക്ഷിതമായ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടമുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന റിസൾട്ട് അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഈ മരിച്ച സരസു അണ്ഡാശയ ക്യാൻസറിന് വിധേയമായിരുന്നു, അണ്ഡാശയത്തിൽ ക്യാൻസർ രോഗിയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ പണവും സ്വാധീനവുമുള്ള, രാഷ്ട്രീയ സ്വാധീനം പ്രത്യേകിച്ചുമുള്ള വ്യക്തികളാൽ കൊല ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന മലയാളി സ്ത്രീത്വത്തിൻ്റെ ദയനീയതയെക്കുറിച്ചും അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ ധാരാളം കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും കഥകളാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം ക്യാൻസർ വണ്ടി രചിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലെ ഏറ്റവും പേര് സൂചിപ്പിക്കും പോലെയുള്ള പ്രധാനപ്പെട്ട കഥയായ ക്യാൻസർ വണ്ടിയെക്കുറിച്ച് തന്നെ പറയാം. ഈ ക്യാൻസർ വണ്ടിയിൽ അത് നിലമ്പൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക്
പോകുന്ന ഒരു ട്രെയിനാണ് ഈ രാജ്യറാണി എക്സ്പ്രസ്. അത് തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്കും പുറപ്പെടുകയും പുലർച്ചെ നിലമ്പൂരിലെത്തുകയും ചെയ്യുന്ന വണ്ടിയാണ്. ഈ വണ്ടിയിൽ സഞ്ചരിക്കുന്നവരധികവും ക്യാൻസർ രോഗികൾക്ക് കൂട്ടിയിരിപ്പുകാരോ രോഗികളെ ആശ്രിതരോ അല്ലെങ്കിൽ അവരെ കാണാൻ പോകുന്നവരൊക്കെയാണ് നല്ലൊരു ശതമാനവും യാത്രക്കാർ ഈ വണ്ടിയിൽ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിക്ക ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാംശം കലർന്നൊരു കഥ കൂടിയാണിത്. ഇദ്ദേഹത്തിൻ്റെ പല ചെക്കപ്പിനായി ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുമ്പോൾ ആദ്യം പരിചയപ്പെടുന്നത് അതീവ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. ഒരു ജീൻസൊക്കെ ഇട്ട് ഒരു ചെറുപ്പക്കാരിയാണ്. അവർ പുറപ്പെടാൻ നേരത്ത് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ പേഴ്സ് പോക്കറ്റടിച്ച് പോയി, ഞാൻ വളരെ ബുദ്ധിമുട്ടിലായി, എനിക്ക് ഒരു 500 രൂപ കിട്ടിയാൽ തിരക്കിടില്ല, നിലമ്പൂരിലേക്ക് ഇവിടുന്ന് നിലമ്പൂരിലേക്ക് ടിക്കറ്റ് എടുക്കാനാണ്, ഞാനവിടെ എത്തിയ ഉടൻ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തു തരും എന്ന് പറയുകയും അതിന് തങ്ങൾ ഗൂഗിൾ പേ ഒന്നും ചെയ്ത് തരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിക്ക 500 രൂപ ഈ സ്ത്രീക്ക് കൊടുക്കുകയാണ്. അത് വഴി അവർ സുഖമായി യാത്ര ചെയ്ത് നിലമ്പൂരിലെത്തുകയും ചെയ്തു. അതങ്ങനെ കഴിഞ്ഞുപോയി. അതിനിടയിലാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെയുള്ള വേറൊരു ആൾ, ഈ തീവണ്ടിയിലൊരു ചെറുപ്പക്കാരൻ ഇവരെ പരിചയപ്പെടുന്നുണ്ട്, ഈ ഈ ഇബ്രാഹിക്കാനെ. അപ്പോൾ എന്തിനായിരുന്നു ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു താങ്കൾ അവിടെ പോയത്, ഞാനിങ്ങനെ ക്യാൻസർ രോഗിയാണെന്നൊക്കെ കുട്ടിയോട് പറയുന്നുണ്ട്. കുട്ടിയും ക്യാൻസർ രോഗിയാണ്, കുട്ടിയുടെ ഞാനും രോഗിയാണ് എന്നൊക്കെ കുട്ടി പറയുന്നുണ്ട്. കുട്ടി പറഞ്ഞവർ തമ്മിൽ പരിചയമൂക്കുകയും അത് വളരെ സംസാരപ്രിയനായ ഈ കുട്ടി അവസാനം ഇബ്രാഹിക്കയോട് കഥകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ കുട്ടിയുടെ പേര് അശോകൻ കോവിലകത്ത് എന്നാണ്. ഈ അശോകൻ കോവിലകത്ത് ഒരു കവി കൂടിയാണ്. ഈ ചെറിയ പ്രായത്തിലുള്ള കവി കൂടിയായ ഈ കുട്ടി പരിചയപ്പെടുകയും അങ്ങനെ അവരുടെ ബന്ധം വളരെ ദൃഢമാവുകയും ചെയ്യുകയാണ്. ട്രെയിൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ലുക്കീമിയ ബാധിച്ച കുട്ടിയായിരുന്നു ഈ കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മ പറയുന്നുണ്ട് ഇവന് ഇങ്ങനെ രോഗിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിക്ക പറയുന്നുണ്ട് അവൻ നല്ല സംസാരപ്രിയനാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, ഭാവിയുണ്ട്, നല്ല കവിത എഴുതുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഈ ബന്ധം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകനായി സ്വീകരിക്കുകയാണ് ഈ ഇബ്രാഹിക്ക ഈ വണ്ടിയിൽ വെച്ചിട്ട്. കാരണം അതിന് പറയാൻ കാരണം, നിനക്ക് ആരുടെ കവിതയാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയാണ് എന്ന് പറയുകയും അതിൽ നിന്നൊരു 2 വരി എനിക്ക് പാടിത്തരൂ എന്ന് ഈ ഇബ്രാഹിക്ക, ആത്മാംശം കലർന്ന ഒരു കഥയായതുകൊണ്ടാണ് ഞാൻ ഇബ്രാഹിക്ക എന്ന് പറയുന്നത്. കഥാപാത്രം ഈ കുട്ടിയോട് പറയുകയാണ് അശോകനോട്. അപ്പോൾ അദ്ദേഹം കുട്ടി പാടുന്നുണ്ട്, ഗഗനവീഥികളിൽ പറന്നുയരാൻ കൊതിക്കും ചിറകൊടിഞ്ഞു പോയ ഒരു മോഹപ്പക്ഷിയാണ് ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടി ഇവർ ബാപ്പയും മകനും അല്ലെങ്കിൽ അച്ഛനും മകനും എന്നുള്ള രീതിയിലേക്ക് ബന്ധം വളരുകയാണ്. പക്ഷേ ഈ അങ്ങാടിപ്പുറത്ത് എത്തിയപ്പോഴേക്കൊരു കൂട്ട നിലവിളി ഈ ട്രെയിനിൽ മുഴങ്ങുകയും അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കഥാകൃത്ത് കിടക്കുന്ന നേരെ തൊട്ട് മുകളിലുള്ള ബർത്തിലാണ് കുട്ടിയും അമ്മയും കടന്നിരുന്നത്. ഈ അശോക് കുമാർ എന്ന കുട്ടി അവിടെ മരണപ്പെടുകയാണ്. അത് വല്ലാത്തൊരു തീവ്ര വേദനയായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടുകൂട്ടുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതിൽ 2 തരം വ്യക്തികളാണ്. ആദ്യം പരിചയപ്പെട്ട വ്യക്തി, പിന്നീട് അവർ ഈ ഇബ്രാഹിക്കൊക്കെ ഒരു ഫോണിൽ മെസ്സേജ് വരികയാണ്, നിങ്ങൾ ഗൂഗിൾ പേ പ്രകാരം 3 ലക്ഷം രൂപ അടുത്തെങ്ങാനും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 3 ലക്ഷം രൂപ ഉണ്ടല്ലോ, പിൻവലിച്ച് പോയിട്ടുണ്ടല്ലോ എന്ന് അങ്ങേ തലക്കൽ നിന്ന് പറയുകയാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ. അപ്പോഴാണ് ഇബ്രാഹിക്ക വഞ്ചിക്കപ്പെട്ട കാര്യം അറിയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ പേ അഡ്രസ്സ് കൊടുത്ത ഈ കുട്ടി 500 രൂപ സഹതാപക പറഞ്ഞ് വാങ്ങിയ ആ കുട്ടി തന്നെ, ആ സ്ത്രീ തന്നെ 3 ലക്ഷം രൂപ ഇവരത് അനധികൃത മാർഗത്തിൽ തട്ടിയെടുത്തു എന്നുള്ളതാണ് കഥ. അപ്പോൾ 2 തരം വ്യക്തിത്വങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സ്വാർത്ഥതയുടെയും ചതിയുടെയും വഞ്ചനയുടെയൊക്കെ ലോകത്ത് ജീവിക്കുന്നവരും നിസ്സഹായരും നിരാരംഭരുമായ നന്മയുള്ളവരും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സംഭവമാണ് ഈ തീവണ്ടി. പ്രത്യേകിച്ച് ഈ ക്യാൻസർ വണ്ടി എന്ന് പറയുന്ന ഈ വണ്ടി എന്നൊക്കെ പറയാനായിരിക്കാം ഇദ്ദേഹം ഈ കഥ ഇങ്ങനെ എഴുതി വെച്ചത്. ഇങ്ങനെയുള്ള കഥകളാണ് ഇബ്രാഹിമിൻ്റെ കഥകളെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ക്യാൻസർ വണ്ടി എന്ന പേര് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കേരളത്തിനെ ബാധിച്ച പല ക്യാൻസറുകളെക്കുറിച്ചും കേരളത്തിന് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന പല തിന്മകളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. റിട്ടയർഡ് ഡെപ്യൂട്ടി കലക്ടറായിരുന്ന ദേവദാസ് എന്ന് പറയുന്ന ഒരാൾക്ക്, ദേവദാസിൻ്റെ ഒരു കഥ ഇതിൽ പറയുന്നുണ്ട്. ദേവദാസിനെ അദ്ദേഹത്തിൻ്റെ മക്കൾ കൈവിടുകയും, വിദേശത്താണ് അവർ ജോലി ചെയ്യുന്നത്, അവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും
ഇദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സന്മനസ് കാണിക്കാത്ത മക്കളാണ്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ല തുക പെൻഷൻ ലഭിക്കുന്നത് കൊണ്ടും കുറച്ച് സ്വത്തിന് ഉള്ള ആളായതുകൊണ്ടും ഇദ്ദേഹം ജീവിതം അതൊന്നും കുട്ടികളെയൊന്നും വകവെക്കാതെ നന്നായി ജീവിതം ആഘോഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. പത്രം ഇടാൻ വരുന്ന പയ്യനെ നല്ലൊരു സംഖ്യ കൊടുത്ത് സഹായിക്കുന്നുണ്ട്, അവന് സ്കൂട്ടർ വാങ്ങാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീയെ അവിടെ കടങ്ങളിൽ നിന്നൊക്കെ മോചിതമാകാൻ വേണ്ടി നല്ല സംഖ്യ കൊടുത്ത് സഹായിച്ച് അങ്ങനെയാണ് ഇദ്ദേഹത്തെ ജീവിതത്തെ സർഗാത്മകമാക്കുന്നത്. അപ്പോഴും പക്ഷേ മക്കൾ ഒരിക്കലും ഫോൺ വിളിക്കുന്നുണ്ട്. എപ്പോഴും ഒന്നും വിളിക്കാത്ത മക്കൾ, അച്ഛാ ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്, നമ്മുടെ ആ സ്ഥലമുണ്ടല്ലോ അവിടുത്തെ സ്ഥലം, അത് നമുക്ക് അച്ഛൻ്റെ പേരിൽ, അച്ഛൻ്റെ മരണശേഷം അവിടെ അച്ഛൻ്റെ പേരിലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തയ്യാറാക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ അച്ഛൻ ഇതിലെ അപകടം, ഈ മക്കളുടെ സ്വാർത്ഥതയുടെ അപകടം മണക്കുകയും അതൊരിക്കലും അനുവദിച്ചുകൂടാ, ഇത്രയും നന്ദി കെട്ട മക്കൾക്ക് ഈ സ്വത്ത് ഞാൻ കൊടുക്കില്ല എന്ന് ഇദ്ദേഹം മനസ്സിൽ അദ്ദേഹം ഉറപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം രജിസ്റ്റർ ഓഫീസിലൊക്കെ പോയി തൻ്റെ സ്വത്തുക്കളൊക്കെ പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അതുപോലെ ഗവൺമെൻറ്റിലേക്ക് ദാനം ചെയ്യുകയാണ്. ബാക്കിയുള്ള കുറേ കാശൊക്കെ അദ്ദേഹം ഈ വേലക്കാരിക്കും ഈ പയ്യനൊക്കെ കൊടുത്ത് ഇദ്ദേഹം ഒരു തീർത്ഥയാത്ര പോവുകയാണ്. ഇനി മടക്കമില്ല എന്നുള്ള രീതിയിൽ. ഈ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ഭാര്യ ഭാനുമതിയോട് പറയുന്നുണ്ട്. ഭാനുമതിയുടെ ചില്ലിട്ട് സൂക്ഷിച്ച ചിത്രത്തിന് ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ കഥാപാത്രം പറയുന്നുണ്ട്, ഈ ദേവദാസൻ പറയുന്നുണ്ട്, ഭാനു ഞാനും അങ്ങോട്ട് വരികയാണ്, നമ്മുടെ മക്കൾക്ക് നമ്മളെ വേണ്ട, നമ്മൾ എന്തിനാണ് അവർക്ക് വീട് വെക്കാനൊക്കെ മെനക്കെടുന്നത്, അവർക്ക് വീടുകളൊന്നും വേണ്ട, അവരെ നമുക്ക് വേണ്ട, നമുക്ക് അവരെയും വേണ്ട, ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് കഥയിലുള്ളത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കേരളത്തിൻ്റെ അപജയങ്ങളെക്കുറിച്ചുള്ള അപജയങ്ങളും നമ്മൾ ഗ്രസിച്ചിരിക്കുന്ന ക്യാൻസർ, സാമൂഹ്യപരമായ ക്യാൻസറുകളെ കുറിച്ചുള്ള കഥകളാണ് ഇത്തരം കഥകളിലൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള കഥകൾ രചിച്ചുകൊണ്ടാണ് ഇബ്രാഹിം മൂർക്കനാട് തൻ്റെ സാഹിത്യ സപര്യയുടെ അവസാനമായി അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പുസ്തകം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം വളരെ ശ്ലാഘനീയമാണ്. ആ ശുഭാപ്തി വിശ്വാസത്തിൽ നിന്ന് ആ അതിജീവനത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് എഴുത്തിനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട്, ഒരു ആയുധമാക്കിക്കൊണ്ട് ഇദ്ദേഹം ഈ രോഗത്തെയും മറികടന്ന ഒരു ചരിത്രം ആണുള്ളത്. അങ്ങനെയുള്ള ചരിത്രം പ്രതിപാദിക്കുന്നൊരു പുസ്തകമാണ് ഈ 160 പേജുകളിലുള്ള 19 ചെറിയ കഥകളും ചെറുതും വലുതുമായ കഥകളുള്ള ക്യാൻസർ വണ്ടി. തീർച്ചയായും നിങ്ങളുടെ വായനയിൽ ഇതുണ്ടാവണം, നിങ്ങളുടെ വായനശാലകളിൽ വേണം, നിങ്ങളത് മറ്റുള്ളവരൊക്കെ വായിപ്പിക്കുകയും ഇങ്ങനെയൊരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുകയും. കാരണം നിന്നും കിടന്നും ഇരുന്നും എഴുതിയ ഏക പുസ്തകം ഒരുപക്ഷെ മലയാളത്തിൽ ഇതായിരിക്കാം. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.